പ്രവാസി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ട് BSNLൻ്റെ ഉയർച്ചയും ഒരു കൂട്ടം തൊഴിലാളികളുടെ തകർച്ചയും. ആദ്യ പ്രാരംഭഘട്ടത്തിൽ BSNL നഗരപ്രദേശങ്ങളിൽ FTTH വ്യാപനം വർദ്ധിപ്പിച്ചപ്പോൾ അവർക്ക് താങ്ങായി നിന്നത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട LCOകളായി. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അവർ KSEBയുമായി എഗ്രിമെൻ്റ് വെച്ച് അവർ പോൾ റെൻ്റ് അടച്ചാണ് അന്ന് ആ കാര്യങ്ങൾ കേബിൾ വലിക്കുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. ഈ പോൾ റെൻ്റ് അടയ്ക്കുന്ന വിഷയത്തിൽ BSNLന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നഗരപ്രദേശങ്ങളിലെ അന്ന് ആ സമയത്ത് ഡെവലപ്മെൻറ്റിൽ അത് വ്യക്തമായിട്ടും അത് LCOയുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ പെടുന്നതായിരുന്നു. ഈ 50-50 എന്ന് പറയുന്ന ആ ഷെയർ റേഷ്യോയിൽ അവർ കവറപ്പ് ചെയ്യേണ്ടതാണ് ആ പോൾ റെൻ്റ് എന്ന് പറയുന്നത്. ആ പോൾ റെൻ്റ് അടച്ച് എഗ്രിമെൻ്റ് വെച്ച ശേഷം KSEBയിൽ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ച പോലെ തന്നെ അതിൻ്റെ ഇൻസ്പെക്ഷൻ വരെ നടത്തി അവർ ഒരു വർഷം ഇത്ര രൂപ നഗരപ്രദേശങ്ങളിൽ KSEB ഈ LCOമാരിൽ നിന്നും ഒരു നിശ്ചിത തുക, എക്സാമ്പിൾ ഒരു 500 രൂപയാണെന്ന് ഇരിക്കട്ടെ, 500 രൂപ ഒരു വർഷത്തേക്ക് ചാർജ് ആക്കുകയും അതിനെ 4 ഗഡുക്കളായി വിഭാഗിച്ചു കൊടുക്കുകയുമാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു വർഷം 4 പ്രാവശ്യം അവർ പോൾ റെൻ്റ് സബ്മിറ്റ് ചെയ്യണം, അടയ്ക്കണം. അത് കറക്റ്റായി KSEB ഈ കേബിൾ ഓപ്പറേറ്ററെ അറിയിക്കുകയും കൃത്യസമയങ്ങളിൽ തന്നെ കേബിൾ ഓപ്പറേറ്റർമാർ ആ റെൻ്റ് അടച്ച് അങ്ങനെ വാടക അടച്ചാണ് ഈ കേബിളുകളൊക്കെയും ഈ നഗരപ്രദേശങ്ങളിൽ വലിച്ചിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഉദ്യമി എന്ന ഒരു കാര്യം വന്നപ്പോൾ പോൾ റെൻ്റ് അടച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കേബിൾ വലിക്കുക എന്നത് നടക്കാത്ത ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമുക്ക് നന്നായി അറിയാം. ഈ പറഞ്ഞതുപോലെ 2 കിലോമീറ്ററോ 3 കിലോമീറ്ററോ വലിച്ചാൽ കേബിൾ വലിച്ചാൽ ഏകദേശം അല്ലെങ്കിൽ 10, 300, 400 പോസ്റ്റുകളിൽ കേബിൾ വലിച്ചാൽ 10, 50 കണക്ഷൻ കിട്ടത്തക്ക ജനവ്യാപ്തി മാത്രമേ അല്ലെങ്കിൽ ജനസാന്ദ്രത മാത്രമേ ഗ്രാമപ്രദേശങ്ങളിലുള്ളൂ. ഒരു ഗ്രാമത്തിലെ ഒരു റോഡിൽ കൂടി അല്ലെങ്കിൽ KSEB വലിച്ചിരിക്കുന്ന ഗ്രാമങ്ങളിലെ റോഡുകളിൽ കൂടി കേബിൾ വലിച്ചുകൊണ്ട് പോയാൽ എക്സാമ്പിൾ ഒരു 100 വീട് കണ്ടാൽ അതിൽ 10, 15 വീടുകളായിരിക്കാം ഈ BSNL അല്ലെങ്കിൽ ഇങ്ങനെ വൈഫൈ എടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ വളരെയധികം പോസ്റ്റുകൾ വലിച്ചാൽ മാത്രമേ അവർക്ക് മിനിമം കണക്ഷനുകൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ ഇനി എക്സാമ്പിൾ 250, 300 രൂപയ്ക്കാണ് ഒരു പോൾ റെൻ്റ് ഒരു വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ പോലും ഇത്ര ഭീമമായ ഒരു തുക അടച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കേബിൾ വ്യാപനം നടത്തുക അല്ലെങ്കിൽ കണക്ഷൻ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ആരും തന്നെ അതിന് തയ്യാറാകാതിരുന്ന അവസരത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഉദ്യമി സ്കീം നിലവിൽ വന്നത്. അന്ന് ഇങ്ങനെ മടിച്ചു നിന്ന ഈ BSNLൽ LCOമാരാകാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പഴയ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള LCOമാർ പോലും അന്ന് താല്പര്യം കാണിക്കാതിരുന്നപ്പോൾ ഉദ്യമിക്ക് കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും ഉടമ്പടി വെച്ച ഒരു DOT എഗ്രിമെന്റ് പ്രകാരം പോൾ റെൻ്റ് ഈടാക്കുകയില്ല. KSEB യാതൊരു കാരണവശാലും പോൾ റെൻ്റ് ഈടാക്കുകയില്ല എന്നുള്ള ഉറപ്പിന്മേലാണ് ധാരാളം LCOമാർ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ കടന്നു വരുവാനും BSNLന്റെ ഉദ്യമി കണക്ഷനുകൾ കൊടുക്കുന്നതിന് തയ്യാറായത്. അങ്ങനെ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ KSEBയിൽ പ്രാരംഭമായ പേപ്പറുകൾ കൊടുക്കുകയും അതിൻ്റെ എഗ്രിമെൻ്റ് നേടുകയും ഒക്കെ വളരെ നൂലാമാലകൾ പിടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. കാര്യം KSEBയിൽ ഒരു കാര്യം ആദ്യമായി അവരുടെ എഗ്രിമെൻ്റ് വെച്ച് അവരെ പ്രൈമറി ഏറ്റവും ഇനിഷ്യലായിട്ടുള്ള ഒരു റെൻ്റ് അടച്ചാൽ മാത്രമേ KSEB പോളുകളിൽ കൂടി ലൈനുകൾ വലിക്കുവാൻ സമ്മതിക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഇരിക്കെ പോൾ റെൻ്റ് ഇല്ല എന്ന് പറഞ്ഞ ആ ഒരു കാരണത്താൽ പല LCOമാരും KSEBക്ക് ഇൻറ്റിമേഷൻ കൊടുത്തും കൊടുക്കാതെയും, പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻറ്റിമേഷൻ കൊടുത്ത് എഗ്രിമെൻ്റ് വെച്ച് ചെയ്തവരുമുണ്ട്, ഇൻറ്റിമേഷൻ ഒന്നും കൊടുക്കാതെ പോളുകളിൽ കൂടെ കേബിൾ വലിച്ചവരുമുണ്ട് ഈ LCOമാർ. അങ്ങനെ കേബിളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ വലിച്ച് കണക്ഷൻ കൊടുത്തു.
അങ്ങനെ പ്രാരംഭമായി KSEBക്ക് പൈസ ഒന്നും അടയ്ക്കണ്ട എങ്കിൽ പോലും പോസ്റ്റൽ ലൈസൻസ് അതിന് വളരെ തുച്ഛമായ ഒരു എമൗണ്ട് അവർക്ക് ചിലവാകുന്നുണ്ട്. അതുപോലെ തന്നെ OLT എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ നമുക്ക് സിഗ്നൽ മെയിനായിട്ട് നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു OLT, അതിന് മുടക്കുമുതൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കേബിളുകൾക്ക് കാശ് മുടക്കുമുതൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അത് വലിക്കുന്നതിന് ടൈവെയർ, അതിൻ്റെ ഇത് ലേബർ ചാർജ്, അങ്ങനെ 5ഉം അതിലധികവും ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തന്നെയാണ് ഓരോ LCOമാരും ഈ ഉദ്യമി കേബിളുകൾ വലിച്ചിരുന്നത്. ഈ ഉദ്യമി കേബിളുകൾ വലിക്കാൻ ഞാൻ മുൻ പറഞ്ഞതുപോലെ തന്നെ മെയിൻ കാരണം പോൾ റെന്റ് അടയ്ക്കേണ്ടി വരത്തില്ല, അല്ലെങ്കിൽ കൊടുക്കണ്ട എന്നുള്ള BSNLന്റെ ഉറപ്പായിരുന്നു. ഇങ്ങനെ ധാരാളം LCOമാർ കടന്നു വന്ന് ഈ സംരംഭത്തിൽ പങ്കാളിയാകുവാൻ കാരണമായത്. കാര്യം എല്ലാവരും തൊഴിൽ അന്വേഷിക്കുന്നവരാണ്. ഇന്നത്തെ ഈ ചെലവേറിയ ഈ സമയത്ത് ഒരു കുടുംബമൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എത്രമാത്രം വരുമാനം വേണം. അപ്പോൾ എന്തെങ്കിലും വരുമാനം കണ്ടെത്തുവാൻ ഓടി നടക്കുന്ന അഭ്യസ്തവിദ്യരായ അല്ലെങ്കിൽ അല്ലാത്തവരായ ഓരോ ആൾക്കാരും ഇതറിഞ്ഞ് വളരെ താല്പര്യത്തോട് മുന്നോട്ട് വരികയും ഉള്ളവരുണ്ട്, കാശില്ലാത്തവരുണ്ട്, അവർ കടമെടുത്തും ലോൺ എടുത്തും ഒക്കെ ഈ BSNLന്റെ പങ്കാളികളായി തീർന്ന് ഗ്രാമങ്ങളിൽ എല്ലാം കേബിളുകൾ എത്തി. നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു നോക്കാം, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ എത്ര വൈഫൈ കണക്ഷൻ ഉണ്ട് നോക്കുക. ഇപ്പം ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറയുന്നത് BSNL നെറ്റ് വ്യാപനത്തിനായിട്ടുള്ള BSNL കേബിളുകൾ BSNL കണക്ഷൻ മാത്രം കൊടുക്കുന്ന LCOമാരെ പറ്റിയാണ്. കാര്യം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, കേബിൾ കമ്പനികൾ പലതുണ്ട്. ഏഷ്യാനെറ്റ് കേബിൾ നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കേബിൾ TV പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കേരള വിഷൻ ഉണ്ട്. അങ്ങനെ പല കമ്പനികളും ഈ മേഖലയിലുണ്ട്. പക്ഷെങ്കിൽ BSNLന്റെ ഫൈബർ നെറ്റ് ഇന്റർനെറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന LCOമാരെ പറ്റി, അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് ഓർമ്മയിൽ വെച്ച് വേണം നിങ്ങൾ ഈ വീഡിയോ കാണുവാൻ. അപ്പം BSNLന്റെ നെറ്റ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെയുള്ള LCOമാർ ഉദ്യമി കണക്ഷനുകളുമായി ഗ്രാമാന്തരങ്ങളിൽ അതിഭയങ്കരമായ ഒരു ഗ്രോത്താണ് BSNL ഉണ്ടായത്. നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഗ്രാമങ്ങളിലും അല്ലെങ്കിൽ അടുത്തുള്ള ഗ്രാമങ്ങളിലും നിങ്ങളുടെ ബന്ധുക്കാരുള്ള സ്ഥലങ്ങളിലൊക്കെ തിരക്കാൻ അറിയാം, അവിടെ എല്ലാം ഇന്ന് വൈഫൈ സർവ്വസാധാരണമാണ്. ഇന്ന് വൈഫൈ ഇലക്ട്രിസിറ്റി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ വൈഫൈ ഇല്ലാതെ ജീവിക്കുക അല്ലെങ്കിൽ നെറ്റ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി, CCTV ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ പഠനം, കൂടുതൽ ഡേറ്റ യൂസ് ചെയ്യുവാൻ മൊബൈൽ ഡേറ്റകൾ പ്രാപ്തമല്ല എന്നുള്ള ആ ഒരു കാരണത്താൽ തന്നെ ധാരാളം ആൾക്കാർ ഈ വൈഫൈ കണക്ഷനുകളെ ആശ്രയിച്ചു ഈ പുതിയ BSNLന്റെ ഈ സ്കീമിൽ ചേരുകയുണ്ടായി. പ്രാരംഭഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വളരെ അനുകൂലമായ നടപടികളാണ് അതിന് കൈക്കൊണ്ടത്. കാര്യം ഫ്രീ ഓഫ് കോസ്റ്റിലായിരുന്നു കണക്ഷൻ കൊടുത്തിരുന്നത്. കാര്യം മോഡം ഫ്രീ ആയിരുന്നു. ഒരു പൈസ പോലും മുടക്കില്ലാതെയാണ് ഗ്രാമങ്ങളിൽ ഈ വ്യാപനം സർവ്വസാധാരണമായത്. അങ്ങനെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BSNLന്റെ ഒപ്റ്റിക്കൽ നെറ്റ് ഈ വൈഫൈ കണക്ഷനുകൾ വ്യാപകമായി. തുടക്ക സമയങ്ങളിൽ KSEBയും വലിയ എതിർപ്പുകളൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ പേപ്പറുകൾ, ഈ എഗ്രിമെൻറ്റുകളെ പറ്റിയൊക്കെ ഏകദേശ ധാരണ KSEBക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത കുറേ കാലങ്ങളായി KSEB വളരെ ഘടകവിരുദ്ധമായ നിലപാടുകളാണ് കൈക്കൊള്ളുന്നത്. ഇങ്ങനെ KSEB പോസ്റ്റുകളിൽ കൂടി ഫ്രീയായി വലിക്കുവാൻ KSEB ആരുമായിട്ടും ഒരു എഗ്രിമെൻറ്റും വെച്ചിട്ടില്ല എന്നുള്ള നിലപാടിൽ ഉദ്യമി വലിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇല്ലീഗൽ കേബിൾ ലേയിങ് ആണെന്ന് പറഞ്ഞ് ആദ്യം നോട്ടീസ് കൊടുത്തു. അത് കഴിഞ്ഞ് അതിനുശേഷം ഇല്ലീഗലാക്കാൻ വേണ്ടി നടപടികൾ എടുത്തപ്പോൾ എഗ്രിമെൻറ്റും കാര്യങ്ങളും ഒക്കെ വെച്ച് അതിനുവേണ്ടി തയ്യാറായപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഇല്ലീഗലായി വലിച്ചതിൻ്റെ പെനാൽറ്റി അടയ്ക്കാനാണ് KSEB ആവശ്യപ്പെട്ടത്. LCOമാർ പരിഭ്രാന്തരായി. അവർ BSNLുമായി ബന്ധപ്പെട്ടു. ആ സമയത്ത് BSNL വളരെ ഒരു ഇതുമില്ലാത്ത രീതിയിലാണ് പ്രതികരിച്ചത്. നിങ്ങൾ സംസാരിക്കൂ, നിങ്ങൾ ക്ലിയർ ചെയ്യൂ, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നൊരു നിലപാടാണ് BSNL കൈക്കൊണ്ടത്. എല്ലാവരും പ്രത്യേകിച്ച് ഓർക്കണം, KSEBക്ക് പൈസ അടയ്ക്കേണ്ട, അതിന് പ്രത്യേകമായ നടപടികളൊന്നുമില്ല. ആ ഒരു എഗ്രിമെന്റ് DOT വായിച്ചിട്ടുള്ളവർക്കറിയാം. ഈ ഇന്റർനെറ്റ് വ്യാപനത്തിനായി ഏത് പബ്ലിക് പ്ലേസിൽ കൂടിയും കേബിൾ വലിക്കുവാനുള്ള
ഒരു പ്രത്യേകമായ ഓർഡിനൻസ് ആണ്, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ബില്ലാണെന്ന് അവതരിപ്പിച്ച് പാസ്സാക്കിയത്. കാര്യം KSEB പോസ്റ്റിൽ കൂടി ധൈര്യമായിട്ട് വലിക്കാം. കാര്യം ആ ഓർഡിനൻസിൽ വ്യക്തമായിട്ട് പറയുന്നു. തുടർന്നുള്ള വീഡിയോകളിൽ ഞാൻ അതിൻ്റെ ഓരോ ഓർഡിനൻസിൻ്റെയും കോപ്പിയും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ചുരുക്കത്തിൽ നിന്ന് പറഞ്ഞു പോകുമ്പോൾ ആ ഒരു ഉറപ്പിന്മേലാണ് ഇവർ വലിച്ചതെങ്കിലും ഈ പ്രശ്നം ആരംഭിച്ച സമയം മുതൽ BSNL ഈ LCOമാർ വളരെ പരിഭ്രാന്തരായി. ചിലർ ഭയപ്പെട്ട് എഗ്രിമെന്റ് വെക്കുകയും ഇതിന് ഗ്രാമങ്ങളിലെ ഒരു പ്രത്യേകമായ 300 രൂപ വീതമുള്ള റെന്റ് അടയ്ക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നു. കാര്യം ഈ വലിച്ചിട്ടിരിക്കുന്ന കേബിളുകൾ കട്ട് ചെയ്താൽ അതിൽ നിന്നും ഇവർക്ക് ഭയങ്കരമായ ഒരു നഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ ആ ഉപജീവനം നഷ്ടമാകും എന്നുള്ള ഭയത്താൽ പലരും ഈ KSEBയുടെ പ്രാരംഭമായ ഈ ഇനിഷ്യലി ഉണ്ടായ ഈ ത്രട്ടനിങ്ങിൽ തന്നെ അവർ ഭയപ്പെട്ടു. അന്ന് പലരും പൈസ ഏകദേശം ഒരു 20% ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ എഗ്രിമെന്റ് വെച്ച് ഈ പെനാൽറ്റി അടച്ച് ഇതിൻ്റെ ഭാഗമായി KSEBയിൽ റെന്റ് അടച്ച് അവർ ഈ രജിസ്ട്രേഷൻ എടുത്തു. KSEBയുമായിട്ട് എഗ്രിമെന്റ് വെച്ച് പോൾ റെന്റ് അടച്ച് അവർ രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയിലാണ് അവർ നിന്നത്. പക്ഷെങ്കിൽ അതിനും പ്രാപ്തിയില്ലാത്ത അത് ധാരാളം 80% ആൾക്കാർ അന്നേരവും എന്ത് ചെയ്യുമെന്നറിയാതെ ഉള്ള വല്ലാത്ത ഒരു കൺഫ്യൂഷനിലായിരുന്നു. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർക്കണം, ഇത് ഒരു സംഘടിതമായ മേഖലയല്ല. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പറ്റി ഒരു അവയർനെസ് പൊതുജനങ്ങൾക്കോ അല്ലെ മറ്റുള്ളവർക്കോ ഇല്ല. എല്ലാവർക്കും നെറ്റ് കിട്ടുന്നുണ്ട്, ഇതെങ്ങനെയാണ് ലഭിക്കുന്നത്, എന്തുവാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊന്നും ആർക്കും അറിയത്തില്ല. സാധാരണ കേബിൾ TVക്കാരെ പോലെ തന്നെയാണ് ഇവരെയും കണക്കാക്കിയിരുന്നത്. കാര്യം കേബിൾ TVക്കാരൊക്കെ അവർ പലതരത്തിലുള്ള KSEBയുമായി എഗ്രിമെന്റിൽ ഏർപ്പെടുകയും അവർ റെന്റ് അടക്കി, കേന്ദ്രീകൃതമായ റെന്റ് അവർക്കുണ്ട്, അതുകൊണ്ട് പല രീതിയിലാണ് അവർ റെന്റ് അടയ്ക്കുന്നത്. പക്ഷെങ്കിൽ ഇങ്ങനെ ഇൻഡിവിജ്വലായി വന്നിരിക്കുന്ന LCOമാർക്ക് ഇത്ര ഭീമമായ ഒരു എമൗണ്ട് അടച്ചെന്ന് പറഞ്ഞാൽ ഒരു കണക്ഷന് വേണ്ടി 5 പോസ്റ്റിന് ഇപ്പം 1500 രൂപ മാസം അടയ്ക്കേണ്ട ഒരു ഗതികേടാണ് ഒരു LCOയ്ക്ക് വന്നിരിക്കുന്നത്. അവർക്കത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ അസംഘടിതമായി നിന്നിരുന്ന ഈ LCOമാർ ഒന്ന് സംഘടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ ചില സംഘടനകൾ കേരളത്തിൽ രൂപപ്പെടുകയും ചെയ്തു. അതിൽ ഇന്ന് നിലവിലുള്ള പ്രമുഖമായ 2 സംഘടനകളാണ് ബീറ്റ എന്ന് പറയുന്ന BSNL എക്സ്ക്ലൂസീവ് ടെലികമ്മ്യൂണിക്കേഷൻ, അവരുടെ അങ്ങനെ ഒരു സംഘടനയുണ്ട്. കാര്യം അത് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ സംഘടനയാണ്. അതുകൊണ്ട് ഉദ്യമി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഉദ്യമിക്കാർ വേറൊരു യൂണിയൻ, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവർ ഇതിനെതിരെ പ്രതികരിക്കാൻ പ്രേരിതരാകുകയും ചെയ്തു. എന്നിട്ട് അങ്ങനെ ഒരു സംഘടനകൾ രൂപീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അവർ പലതരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് KSEBയുമായി ശ്രമിച്ചു. പക്ഷെങ്കിൽ KSEB ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന നിലപാടല്ല ആ സമയത്തെടുത്തു. കാര്യം പേഴ്സണലിയും അല്ലാതെയും സംഘടനാപരമായും പാർട്ടിപരമായും ഒക്കെ ഇവർ KSEBയുമായി ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ സംഘടനകൾ പലത് ഹൈക്കോടതികളിൽ കേസ് കൊടുക്കുകയുണ്ടായി. അപ്പം അന്ന് ഏറ്റവും സാധാരണ നിലവിൽ 2021 എൻ്റെ ഓർമ്മ ശരി 2021 ഒരു പോൾ റെന്റ് സംബന്ധമായ ഒരു KSEB സർക്കുലർ ആ സമയത്ത് ഇറക്കുന്നത്. അതിനുശേഷം അനിയന്ത്രിതമായി ഒരു മാനദണ്ഡവും ഇല്ലാതെ അതിഭയങ്കരമായ ഒരു വർധനവ് വരുത്തിക്കൊണ്ട് തുടർന്ന് ഒരു ഓർഡിനൻസ് കൂടെ വരികയും അത് ഒട്ടും പ്രാപ്യമല്ല എന്ന് പറഞ്ഞാൽ പൈസ അടച്ചവർക്ക് പോലും അത് ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരു വർധനവായതുകൊണ്ട് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും അങ്ങനെ അവർ സംഘടനയാകുകയും അങ്ങനെ മെയിനായി 2 സംഘടനകൾ ഈ കാര്യത്തിനായി ഹൈക്കോടതിയിൽ കേസിന് പോയി. അങ്ങനെ കേസിന് പോയി അതിൽ ഒരു സംഘടനകൾക്ക് ചില അനുകൂലകരമായ വിധികൾ ഹൈക്കോടതി പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൽ ബീറ്റ എന്ന് പറയുന്ന സംഘടനയ്ക്ക് അവർക്ക് 2011 നിലവിലുള്ള ആ റെന്റ് മാത്രം അടച്ചാൽ മതിയെന്നും എന്ന് പറഞ്ഞാൽ വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് അന്ന് കൊടുത്തത്. 145 രൂപ ഗ്രാമപ്രദേശങ്ങളിലും 300 രൂപ നഗരപ്രദേശങ്ങളിലും പോൾ റെന്റ് അടച്ചാൽ മതി എന്ന് വ്യക്തമായ ഒരു വിധി കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ വെളിച്ചത്തിൽ ബീറ്റ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ആ ഒരു ഉത്തരവ് കേരളത്തിലെ വൈദ്യുതി അധികാരികളെ, അതായത് ഓരോ സെക്ഷൻ ഓഫീസുകളെ അല്ല, വൈദ്യുതി അവരുടെ വൈദ്യുതി ഭവനിൽ പോയി അതിൻ്റെ ചീഫ് പവർ സെക്രട്ടറിയെയും അതിൻ്റെ സെക്രട്ടറിയെയും അതിന് ചാർജുള്ള ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറിയെയും കണ്ട് ഈ ഉത്തരവ് നടപ്പിലാക്കി തരണമെന്ന് അപേക്ഷിച്ചു. അതും കോടതി വിധിയുടെ
കോടതി വിധി പുറപ്പെടുവിച്ച സമയത്ത് നിഷ്കർഷിച്ചിരുന്ന ഒരു നിബന്ധനയായിരുന്നു ഈ കാര്യം നേരിട്ട് വൈദ്യുതി ഭവനിൽ പോയി ഇതിൽ കക്ഷിയായിട്ടുള്ള എല്ലാവരും ആ കേസിൽ ഡയറക്റ്റ് കക്ഷിയായവരുണ്ട്, ആ ഒരു കേസിൽ ഒരു ഇതിനു വേണ്ടി അംഗമായവരുണ്ട്, ഒരു സംഘടനയും അംഗമായിട്ടുണ്ട്. അപ്പം ബീറ്റായ്ക്ക് വേണ്ടി ബീറ്റായുടെ പ്രതിനിധികളും അതുപോലെ തന്നെ ബീറ്റ അല്ലാത്ത യൂണിയന്റെ ഉദ്യമിക്ക് വേണ്ടി അവരുടെ ആൾക്കാരും അതുപോലെ തന്നെ KSEB നേരിട്ട് കക്ഷികളായിട്ടുള്ളവർ അങ്ങനെ ഈ വൈദ്യുതി ഭവനിൽ പോയി ഹൈക്കോടതി പുറപ്പെടുവിച്ച ഈ ഉത്തരവ് അവരെ കാണിച്ച് ബോധിപ്പിച്ച് ഈ ഉത്തരവ് നടപ്പിലാക്കി തരണം എന്ന് അപേക്ഷിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ഒന്നും പറയുന്നില്ല, ചിലയിടങ്ങളിൽ ആ ഉത്തരവ് നിലവിൽ വന്നു. അപ്പം അതിൻ്റെ അകത്ത് അതിന് മുമ്പ് 2 എൻട്രിയും ഓർഡറുകൾ കോടതി പുറപ്പെടുവിച്ചിരുന്നു. ഈ ചാർജ് മാത്രമേ ഈടാക്കാവൂ. 2021 വന്നിരിക്കുന്ന ആ ഉത്തരവ് പ്രകാരമുള്ള ചാർജ് മാത്രം ഈടാക്കിയാൽ മതി. അതിനുശേഷം വന്നിരിക്കുന്ന ഉത്തരവിനെ നിയമപരമായി ഫ്രീസ് ചെയ്തുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിന് വെളിച്ചത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർ ആ കേസിൽ കക്ഷി ചേർന്നവരും ആ യൂണിയനിൽ അംഗമായിരുന്നവരും അടച്ച് അവര് ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ അതിൻ്റെ കൺസെഷൻ നേടി. പക്ഷെങ്കിൽ അന്നേരവും ഒരു കാര്യം അവിടെ നിലവിലുണ്ടായിരുന്നു. കാര്യം ഉദ്യമി കണക്ഷന് പോൾറെന്റ് അടയ്ക്കണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റും കേരള സർക്കാരും ഒപ്പുവെച്ച ആ ഉടമ്പടി പാലിക്കുവാൻ KSEB അന്നേരവും തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് BSNLോ അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കുവാൻ ശ്രമിച്ചില്ല. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ഹൈക്കോടതി കേസ് നടക്കുന്നു, ഇങ്ങനെ പോൾറെന്റ് ഇഷ്യൂ നടക്കുന്നു, അല്ലെങ്കിൽ കേബിളുകൾ കട്ട് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ആ സമയത്ത് BSNLന്റെ ഭാഗത്ത് നിന്നും എന്നാൽ ഈ ബിസിനസ്സിൽ പങ്കാളിയായ പകുതി ലാഭം പകുതി പങ്കാളിയായ 50% ഷെയറുള്ള BSNL യാതൊരു നടപടികൾക്കും തയ്യാറായില്ല. അതിൻ്റെ യാതൊരുവിധമായ മുന്നോട്ടുള്ള അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് ചോദ്യം ചെയ്യുവാൻ BSNLോ BSNLന്റെ അധികാരികളോ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. ഇങ്ങനെ സങ്കടത്തിലായ ഈ LCOമാർ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ശങ്കിച്ച് ഭയപ്പെട്ട് നിൽക്കുന്ന ഈ അവസരത്തിലാണ് KSEBയുടെ ഒരുവിധമായ മനസാക്ഷിയുമില്ലാത്ത കേബിൾ കട്ടിംഗ് നടപടികളുമായി അവർ മുന്നോട്ട് വരുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ വൈഫൈ ഉണ്ട്. ആ വൈഫൈ ഒരു നേരം കട്ടായി പോയാൽ നിങ്ങൾ ഉടനെ അവരെ വിളിക്കും. അപ്പം പറയും ഇത് വൈഫൈ ഇല്ലല്ലോ, കാരണം എന്താ ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഓരോ LCOമാർ. ഇതിൻ്റെ പിന്നിൽ സംഭവിച്ച എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ ഒരു കാര്യം ആലോചിക്കണം. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, സംഘടിതരല്ലാത്ത ഒരു കൂട്ടമാണ് ഇവർ. ഓരോ പോസ്റ്റുകളിലും കയറി ഇവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറയാം. കേബിളുകൾ വലിക്കണം എന്നുണ്ടെങ്കിൽ അതിന് തൊഴിലാളികൾ വേണം. 2, ഓരോ പോസ്റ്റുകളിലും ലാഡറുമായി പോയി വേണം അതിൻ്റെ മണ്ടേ കയറി അത് കെട്ടി ഇവർ പറയുന്ന നിഷ്കർഷിക്കുന്ന ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേബിൾ കെട്ടി വലിക്കുവാൻ. അതിന് ഒരു വൈദ്യുതി ലൈനുകളും ഓഫാക്കി കൊടുക്കുന്ന സ്വഭാവം KSEBക്കില്ല, ഓഫാക്കാൻ പറ്റത്തുമില്ല. അപ്പം ഈ ലാഡർ കൊണ്ട് അവർ ഓട്ടോറിക്ഷയിലോ വണ്ടിയിലോ പോകുമ്പോൾ ഒരു പുറകെ മോട്ടോർ വെഹിക്കിളുകാർ പ്രശ്നവുമായിട്ട് വരും, പോലീസുകാർ പ്രശ്നമായിട്ട് വരും. അവരുടെ കയ്യിൽ നിന്നുള്ള പെറ്റികൾ, പെനാൽറ്റികൾ, ചീത്തവിളികൾ, 2 പോസ്റ്റുകളിൽ കയറി വലിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ അത് കഴിഞ്ഞ് ഓരോ പോസ്റ്റുകൾക്കിടയിലും അവരുടെ ടാഗുകൾ പതിപ്പിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. ഏത് കമ്പനിയാണ് വലിക്കുന്നത് അവരുടെ കേബിൾ ടാഗുകൾ ആ ഓരോ പോസ്റ്റിനിടയ്ക്കും കെട്ടിയിരിക്കണം. അങ്ങനെ വളരെ ചെലവേറിയ ഒരു പ്രക്രിയ തന്നെയാണ് ഈ കേബിൾ പുള്ളിങ് എന്ന് പറയുന്നത്, കേബിൾ വലിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തിരക്കുള്ള റോഡുകളിൽ കൂടി ഇങ്ങനെ വലിക്കുമ്പം വണ്ടി അപകടങ്ങൾ വരുവാൻ വളരെ ചാൻസാണ്. എത്രയോ ആൾക്കാർക്ക് അപകടങ്ങൾ പറ്റിയിരിക്കുന്നു. അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ല, അവർക്ക് ക്ഷേമനിധിയില്ല, ഒന്നുമില്ലാത്ത ഒരു കൂട്ടം ജനം ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയുള്ള അവരുടെ ആ നെട്ടോട്ടത്തിൽ KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു കാര്യവും BSNL ആ നിസ്സഹകരണവും എത്രമാത്രം അവരെ തകർത്ത് കാണുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇത് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമസ്കാരം.